നമ്മളിപ്പോൾ ആദ്യം സൈക്കിളിൻ്റെ റിമ്മാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി നമ്മളൊരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. 50 mm സൈസുള്ള ഒരു PVC പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഈ പൈപ്പിൻ്റെ ഒരറ്റത്ത് നമ്മൾ 0.5 cm നമ്മൾ ഒരു മാർക്കിംഗ് റൗണ്ട് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അത് റിമ്മായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളത് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പൈപ്പ് കട്ട് ചെയ്തിട്ടുള്ളൊരു പീസ് വൃത്തിക്ക് സാൻഡ് പേപ്പർ ടോപ്പ് ഉരച്ച് വൃത്തിയാക്കുക. അതിനുശേഷം നമ്മൾ ഇതിന് ചുറ്റും നമ്മൾ 16 ഹോൾസ് ഉണ്ടാക്കണം. 16 മാർക്കിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഈ 16 മാർക്കിങ്ങിലും നമ്മൾ ഓരോ ഹോൾസ് നമുക്ക് മുട്ടുസൂചി കടത്തി വെക്കാവുന്ന രീതിയിലുള്ള ഹോൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇതുപോലെ ആയിരിക്കും അത് കിട്ടുക. 16 ഹോൾസും തുല്യ അകലത്തിലായിരിക്കണം. അതിലൂടെ ആയിരിക്കും നമ്മൾ ഇതിൻ്റെ സൈക്കിളിൻ്റെ സ്പോക്സ് എല്ലാം കടത്തി വയ്ക്കുന്നത്. നമ്മൾ ഈ കാണുന്ന മുട്ടുസൂചിയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് അതിനുള്ളിലേക്ക് കടത്തി വയ്ക്കുന്നത്. ഇത് ഹോൾ ഉണ്ടാക്കുമ്പോൾ മുട്ടുസൂചി കടക്കാവുന്ന രീതിയിൽ മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് ഹബ്ബായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടിവുഡിൻ്റെ ഒരു പീസാണ്. മൾട്ടിവുഡ് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എടുത്ത് സാൻഡ് പേപ്പർ ഇട്ട് സ്മൂത്ത് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു PVC അല്ല, ഒരു പേനയുടെ ഒരു ട്യൂബ്, ഒഴിഞ്ഞ ട്യൂബ് നമ്മൾ കടത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു ഫ്രീ ആയിട്ട് കിടന്ന ഒരു ആക്സിൽ പോലെ അത് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ അടുത്തതായിട്ട് ഓരോ മുട്ടുസൂചി എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള PVC ആ ഒരു സർക്കിളിനുള്ളിൽ കൂടെ കടത്തിയിട്ട് നമ്മൾ നടുക്കിൽ വെച്ചിരിക്കുന്ന ഹബ്ബ്, നടുക്കിൽ വരേണ്ട ഹബ്ബിനകത്ത് ഒരു സൈഡിലേക്ക് കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ നമ്മളത് നടുക്കിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത മുട്ടുസൂചി എടുത്തിട്ട് ആ ഒരു ഹബ്ബിൻ്റെ മറ്റൊരു സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ തന്നെ കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഒരു സെറ്റ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ നമ്മൾ 4 സെറ്റ്, അതായത് ഓപ്പോസിറ്റ് ആയിട്ട് അങ്ങനെ 4 സെറ്റായിട്ട് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മളത് സെൻറ്റർ കറക്റ്റ് ആക്കിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുകയാണെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള സൈഡുകൾ, അതായത് ഇപ്പോൾ 4 വെച്ചിട്ടുണ്ട്, ഇനി 4 പീസും കൂടി നമ്മൾ ചുറ്റും വെക്കാനുണ്ട്. അതും നമുക്ക് ബാക്കിയുള്ള മുട്ടുസൂചി ഉപയോഗിച്ചിട്ട് വെക്കാം. നമ്മളത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ചില ഭാഗങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. കട്ട് ചെയ്ത് കളയുന്നതിന് മുന്നായിട്ട് നമ്മൾ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ഫ്ലക്സ് കിക്ക് വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മളത് പുറത്തുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കാണുന്നതാണ് ഇങ്ങനെ. നമുക്ക് കറക്റ്റ് നോക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ കൂടുതലായി നിൽക്കുന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമുക്ക് A4 ഷീറ്റ് പേപ്പറാണ്. നമ്മൾ ആവശ്യമുള്ള A4 ഷീറ്റ് നമ്മൾ 0.5 cm നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ വീല്, അതായത് ടയർ ഉണ്ടാക്കുന്നത് വെച്ചിട്ടാണ്. ഇത് നമ്മൾ പശ വെച്ചിട്ട് നമ്മൾ ഒട്ടിച്ച് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് നമുക്ക് ആവശ്യമുള്ളത്ര കനത്തിൽ നമ്മൾ അത് ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഓരോ സ്ട്രിപ്പ് എടുത്തിട്ട് നമ്മൾ ഈ റിമ്മ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് നമ്മൾ പശ തേച്ച് വെച്ചിട്ടുണ്ട് ഓരോ സ്ട്രിപ്പിലും. എന്നിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ച്, അതായത് ഒരെണ്ണം ഫുള്ളായിട്ട് ഒട്ടിച്ച് കംപ്ലീറ്റ് ആയിട്ട് അടുത്തത് ഒട്ടിക്കുക. അങ്ങനെ ഓരോന്നിട്ട് ഒന്ന് ഒട്ടിച്ച് പോകാം. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിലേക്ക് പോവാതെ കറക്റ്റ് സെൻട്രലായിട്ട് തന്നെ ഒട്ടിക്കാൻ നോക്കുക. സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളത് എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞ് വരുമ്പോൾ പുറത്തേക്ക് ബൾജ് നിൽക്കാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഇല്ലാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം സെൻട്രലായിട്ട് തന്നെ നമ്മൾ ഒട്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരെണ്ണം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുത്തത് അതിൻ്റെ ശേഷം ഒട്ടിക്കുക. ആ ഒട്ടിച്ച് നിർത്തിയതിനോട് ചേർന്നിട്ട് വേണം നമ്മൾ അടുത്തതായിട്ട് ഒട്ടിക്കാൻ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 25ഓളം സ്ട്രിപ്പുകൾ നമ്മളിവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ ഒട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വീലിൻ്റെ ഷേപ്പിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ടയറിൻ്റെ ഹൈറ്റ് നമ്മൾ എത്രത്തോളം നമ്മൾ ഒട്ടിക്കുന്നു അതിനനുസരിച്ചായിരിക്കും വരിക. അതിനുശേഷം നമ്മൾ ആ ഒരു ഒട്ടിച്ചിരിക്കുന്ന അത്രയും ഭാഗം നമ്മൾ സൂപ്പർ ഗ്ലൂ, അതായത് ഫ്ലക്സ് കിക്ക് വെച്ചിട്ട് നമ്മൾ പശ വയ്ക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒട്ടിച്ചിരിക്കുന്ന ആ പേപ്പർ ഭാഗം മുഴുവൻ ഹാർഡായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിലാണ് നമുക്കതൊന്ന് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഉരച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 പുറവും നമ്മൾ ഫ്ലക്സ് കിക്ക് വെച്ചിട്ട് നമ്മൾ ഹാർഡാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. 2 സൈഡും ടയറിൻ്റെ മുകൾ ഭാഗം നമ്മളതുപോലെ ഹാർഡാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ ഉരയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഉരച്ചിട്ടുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് ഏത് ഡിസൈനിലാണ് നമുക്ക് വീല് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു വീലിൻ്റെ ഷേപ്പിൽ നമ്മൾ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഉരച്ച് സ്മൂത്താക്കി വയ്ക്കുക. ഇതുപോലത്തെ ഞാനിവിടെ 2 എണ്ണം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണിത്. നമുക്ക് സൈക്കിളിൻ്റെ 2 വീലുകൾ നമ്മളിതുപോലെ ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ചെയ്യാം.
നമ്മൾ സൈക്കിളിൻ്റെ ഒരു മോഡൽ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കെച്ചിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളിനി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീൽസ് എല്ലാം നമ്മൾ ഓൾറെഡി ഈ ഒരു സ്കെച്ചിൻ്റെ ഈ ഒരു മോഡലിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, അതായത് ഇതിൻ്റെ ബാക്കിയുള്ള ഫ്രെയിമും സീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ സൈക്കിളിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്നത് നമുക്കിങ്ങനെ ആവശ്യമില്ലാത്ത A4 ഷീറ്റ് പേപ്പർ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പേപ്പർ നമ്മൾ ചുരുട്ടിയിട്ട് ഒരു കുഴൽ പോലെ ആക്കിയിട്ടാണ് നമ്മളതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിപ്പോൾ കുറച്ച് ഫെവിക്കോൾ ഞാൻ കയ്യിൽ തേച്ചിട്ട് കുറച്ച് ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് തേക്കുന്നത്. അങ്ങനെ ഒരു പേപ്പറിൻ്റെ ഒരു മൂലഭാഗത്തു നിന്ന് നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എത്രയും ടൈറ്റായിട്ട് ചുരുട്ടാൻ പറ്റുന്നോ അത്രയും നന്നായിട്ട് വരും. മാക്സിമം ടൈറ്റായിട്ട് നമ്മൾ ചുരുട്ടിയെടുക്കുകയാണ്. അതേപോലെ തന്നെ എത്ര വണ്ണത്തിൽ നമുക്ക് ആ ഒരു ഫ്രെയിം വേണമെന്നുണ്ടെങ്കിൽ അത്രയും വണ്ണത്തിൽ നമ്മൾ ചുരുട്ടിയെടുത്തതിന് ശേഷം നമ്മളൊരു കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മളിതൊരു ഒട്ടിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോൾ പോലുള്ള ഏതെങ്കിലും പശ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എഡ്ജ് ഭാഗം നന്നായിട്ട് പശ വെച്ച് ഒട്ടിക്കണം. ഇല്ലെങ്കിൽ അത് പറഞ്ഞു പോരാനായിട്ട് അല്ലെങ്കിൽ വിടർന്ന് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം പശ തേച്ചിട്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിക്കാൻ നോക്കുക. ചെരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയുണ്ടായിരിക്കില്ല. അപ്പോൾ മാക്സിമം അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒട്ടിച്ച് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഒട്ടിക്കുന്ന സമയത്ത് കുറച്ച് നേരം കൈ പിടിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ അത് വീണ്ടും വിടർന്ന് വരാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം അത് നന്നായിട്ട് ടൈറ്റാക്കി പിടിച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുക. നമ്മളിപ്പോൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ട്യൂബ്, അതായത് ഫ്രെയിമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്യൂബ് നമ്മുടെ സ്കെച്ചിൽ വെച്ചിട്ട് അതിൻ്റെ നീളം എത്രയാണെന്ന് നോക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അത് സ്കെച്ചിൻ്റെ നീളത്തിനനുസരിച്ച് തന്നെ നമ്മൾ വലുപ്പം നോക്കിയിട്ട് ഓരോ പീസും അതിൻ്റെ എത്ര കൂടുതലുണ്ടെങ്കിൽ ആ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കളയാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മൾ അത് സ്കെച്ചിൽ വെച്ചിട്ട് തന്നെ ഒന്നുകൂടി അത് സൈസ് കറക്റ്റ് അല്ലേ എന്ന് നോക്കണം. ഇതുപോലത്തെ ട്യൂബുകളാണ് നമ്മൾ എല്ലാ ഫ്രെയിമിനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പീസുകളായിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അതും നമ്മളിതുപോലെ തന്നെ ഈ A4 ഷീറ്റ് നമ്മൾ കറക്റ്റ് അളവിൽ മുറിച്ച്, അതേപോലെ തന്നെ ഫ്രെയിമിൻ്റെ നീളവും കറക്റ്റ് അളവിലാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകളാണ്, ഫ്രെയിമിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള പീസുകളാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഉള്ള ആ ഒരു 2 സെക്ഷൻ, അത് 2 വീതം ഉണ്ടാക്കണം. നമുക്ക് മുകളിലും താഴത്തും വയ്ക്കുന്ന 2 വീതം ഉണ്ടാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഒരു ഹാൻഡിലിൻ്റെ താഴെ വരുന്ന സെക്ഷനും നമ്മൾ ഇതുപോലെ ഉണ്ടാക്കണം. അതേപോലെ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കുഴൽ രൂപത്തിലുള്ള ഒരു സെക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് നമുക്ക് ഉള്ളിലേക്ക് ഹാൻഡിൽ കടത്തിയിട്ട് തിരിക്കാൻ പറ്റുന്ന, റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ കുഴലും നമ്മൾ ഫ്ലെക്സ് കിപ്പ് വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതൊന്ന് ഹാർഡേൺ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ സൈക്കിളിൻ്റെ വീലുമേ ടയറുമേ നമ്മൾ ചെയ്ത പോലെ ഈ ഓരോ ഫ്രെയിമിൻ്റെ ഈ ട്യൂബിലും നമ്മളിതുപോലെ പശ വെച്ചിട്ട് നമ്മൾ ഹാർഡൻ ചെയ്യണം. നമ്മളിപ്പോൾ സൈക്കിളിൻ്റെ ആ ട്യൂബുകളെല്ലാം പൊട്ടിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സെക്ഷനിലുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെ മൾട്ടിവുഡിൻ്റെ ഒരു ഹബ്ബും നമുക്ക് പെഡൽ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ സെക്ഷൻ, ഹാൻഡിലിൻ്റെ വീൽ പിടിപ്പിക്കുന്ന ആ ഒരു സെക്ഷനും നമ്മളിതുപോലെ ട്യൂബുകളെല്ലാം ഒട്ടിച്ച് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തായിട്ട് ഒട്ടിക്കാനായിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു സെക്ഷനാണ്. അത് നമുക്ക് ഈ ചെറിയ ട്യൂബ് വെച്ചിട്ട് ഒട്ടിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഫ്രെയിമിൻ്റെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പെഡലും നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലെ ആ ഹാൻഡിൽ സെക്ഷൻ്റെ ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ മൾട്ടിവുഡ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു സീറ്റും നമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ സൈക്കിളിൻ്റെ എല്ലാവിധ പാർട്സും നമ്മൾ ഇതോടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് പെയിൻറ്റിംഗ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. പെയിൻറ്റിങ്ങിന് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കും റെഡും കളറാണ് നമ്മളിവിടെ പെയിൻറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ചെറിയൊരു ബ്രഷും നമുക്ക് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ടയർ ബ്ലാക്ക് അടിക്കാം. നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വീലിൻ്റെ സ്പോക്സ് നമ്മൾ കളർ അടിക്കുന്നില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ബ്ലാക്ക് അടിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഫ്രെയിം മാത്രം നമ്മൾ റെഡ് കളറിലും ബാക്കിയുള്ള ഈ ഹാൻഡിൽ സെക്ഷൻ, വീല്, ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും നമ്മൾ ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അക്രിലിക്കാണ്. നമുക്ക് കുറച്ചുകൂടി ഗ്ലോസി ടൈപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇനാമൽ പെയിൻ്റ് ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇനാമൽ പെയിൻറ്റ് യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ലൈറ്റ് കളറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 കോട്ടൊക്കെ അടിക്കേണ്ടി വരും.
എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതോട് പെയിൻ്റ് അടിച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു സെക്ഷൻ മാത്രം റെഡും ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ബ്ലാക്ക് ആയിട്ട് നമ്മൾ പെയിൻറ്റിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്തായിട്ട് നമുക്കിത് അസംബിൾ ചെയ്യുന്നത് നോക്കാം. അസംബ്ലിങ്ങിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഫ്രണ്ട് വീലാണ് എടുത്തിരിക്കുന്നത്. ഫ്രണ്ട് വീല് നമ്മൾ ഫ്രണ്ട് വീലിൻ്റെ ഹാൻഡിലിൻ്റെ ആ ബോട്ടം സെക്ഷനിൽ നമ്മൾ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ബോട്ടം സെക്ഷനിൽ നമ്മൾ ഇവിടെ ആക്സലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മുട്ടുസൂചിയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ചെറിയ കമ്പി കഷ്ണോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം പിന്നീട് അത് ഊരിപ്പോവാത്ത രീതിയിൽ നമ്മളവിടെ ലോക്ക് ചെയ്തിടണം എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അത് സ്മൂത്തായിട്ട് തിരിയുന്നുണ്ടോയെന്നും വീല് സ്മൂത്തായിട്ട് തിരിയുന്നുണ്ടോയെന്നും ഒന്ന് മേക്ക് ഷുവർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് അവിടെ എക്സ്ട്രാ നിൽക്കുന്ന ഈ ഒരു ഭാഗം നമ്മളിവിടെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. നമുക്ക് ഫ്രണ്ടിലത്തെ ആ ഒരു സെക്ഷൻ ഇതൊരു കംപ്ലീറ്റ് ആവും. നമ്മളിപ്പോൾ പെഡലാണ് ഇനി അടുത്തതായിട്ട് അസംബിൾ ചെയ്യുന്നത്. പെഡൽ സെക്ഷൻ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. പെഡൽ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാനയുടെ റീഫില്ലും പിന്നെ മൾട്ടിവുഡിൻ്റെ ആ ഒരു ചെറിയൊരു പീസും വെച്ചിട്ടാണ് നമ്മൾ പെഡൽ സെക്ഷൻ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നമ്മൾ മുട്ടുസൂചി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ഫ്രീ ആയിട്ട് നമ്മൾ കറങ്ങുന്നുണ്ടോയെന്ന് കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ബാക്ക് വീലാണ് അസംബിൾ ചെയ്യുന്നത്. ബാക്ക് വീൽ അസംബിൾ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ സ്റ്റാൻഡ്, നമ്മൾ ഈ പേപ്പർ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡും നമ്മൾ അതിൻ്റെ ആക്സലിൽ, അതിൻ്റെ ആക്സലിൻ്റെ കൂടെ നമ്മളതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിരിയുന്നുണ്ടോയെന്ന് കൂടി ഒന്ന് മേക്ക് ഷുവർ ചെയ്യാം. അതിന് ശേഷമായിരിക്കും നമ്മൾ ഹാൻഡിൽ സെക്ഷൻ വയ്ക്കുന്നത്. ഹാൻഡിൽ നമ്മൾ നേരത്തെ ഓൾറെഡി ഉണ്ടാക്കിയിരിക്കുന്ന ട്യൂബിനുള്ളിലൂടെ കടത്തിയിട്ടാണ് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അവസാനമായിട്ട് നമ്മൾ സീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. സീറ്റ് നമ്മൾ മൾട്ടിവുഡിൻ്റെ ഒരു പീസ് വെച്ചിട്ട് നമ്മൾ കാർവ് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ മുട്ടുസൂചി വെച്ചിട്ട് തന്നെ നമ്മൾ അതിലേക്ക് ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കവിടെ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് നമുക്കവിടെ ഉറപ്പിക്കാം. അപ്പോൾ നമ്മുടെ സൈക്കിളിൻ്റെ എല്ലാവിധ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പെയിൻറ്റിങ്ങും എല്ലാ അസംബ്ലിങ്ങും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിക്കർ വർക്ക് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മനോഹരമാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.